എന്താടി നിനക്ക് ഇത്രയും ദേഷ്യം? പെൺപിള്ളേർക്ക് ഇത്രയും ദേഷ്യം പാടില്ല. അതെന്താ പെൺപിള്ളേർ ദേഷ്യപ്പെട്ട? അത് നിനക്ക് വഴിയെ മനസ്സിലാവും. കെട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ പഠിക്കും. കെട്ടിച്ച് വിട്ടില്ല, അതിനു മുമ്പേ നീ പെണ്ണിനെ പ്രാകുവാണോ സുധേ? അയാൾ വീട്ടിലെ ജാനമ്മയെടുത്ത് വിളിച്ചു ചോദിച്ചു. പെണ്ണെന്നും പെണ്ണ് തന്നെയാ ചേച്ചി. അടുക്കളയിൽ വെച്ച് വിളമ്പി കെട്ടിയവനും മക്കൾക്കും കൊടുത്ത് അവരുടെ കാര്യങ്ങൾ അവന്റെ തന്തയുടെയും തള്ളയുടെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം എന്ന് ആര് പറഞ്ഞു? ഈ ചിന്തയാ ആദ്യം മാറേണ്ടത്. അർച്ചനയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ദേ അമ്മേ, എനിക്കൊന്നും കേട്ടിക്കാൻ സമയമില്ല. ചോറ് പൊഞ്ഞി ഇങ്ങോട്ട് എടുക്ക്. ഇല്ല വേണ്ട, ഞാൻ ഉച്ച കഴിക്കുന്നില്ല. അയ്യോടി, അങ്ങനെ ഇപ്പം എൻ്റെ മോള് പട്ടിണിയൊന്നും ഇരിക്കണ്ട, അതും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ. സുധാമണി അകത്തേക്ക് പോയി ചോറ് പൊതി കൊണ്ടുവന്ന് അർച്ചനയുടെ കയ്യിൽ കൊടുത്തു. ദൈവമേ, സമയം വൈകി. എന്നാ സത്യം സാർ എന്നെ പൊരിക്കും. അർച്ചന തിടുക്കത്തിൽ സ്കൂട്ടിയിലേക്കായി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. സത്യൻ സാറിന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടറാണ് അർച്ചന. കമ്പ്യൂട്ടർ മാത്രമല്ല, ഫാഷൻ ഡിസൈനിങ്, ഓർണമെന്റ്സ്, മേക്കിംഗ് എല്ലാം വഴങ്ങും അർച്ചനയ്ക്ക്. ഡിഗ്രി ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാൻ സത്യൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന്. പിന്നെയുള്ള അവിടെ തന്നെ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയ വരുമാനം. അമ്മയും മകളും അടങ്ങുന്ന ആ കുഞ്ഞു കുടുംബത്തിന് കഴിയാൻ അത് തന്നെ ധാരാളമായിരുന്നു. എന്നാലും സുധാമണിക്ക് വേവലാതിയാണ്. മോളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. എന്നിട്ട് വേണം തനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ. അർച്ചനയുടെ കുഞ്ഞുപ്രായത്തിൽ മരിച്ചുപോയതാണ് അവളുടെ അച്ഛൻ മോഹനൻ. തയ്യൽ ജോലി ചെയ്തും പശുവിനെ വളർത്തിയുമൊക്കെ മോളെ ഇത്രയും വളർത്തി. അത്യാവശ്യം പൊന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആലോചനകളൊക്കെ വരുന്നുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കുന്ന കൊടുക്കാൻ തങ്ങൾക്ക് ഗതിയില്ല. സഹായിക്കാനും ആരുമില്ല. ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ കിട്ടിയാൽ തൻ്റെ മോളുടെ ജീവിതം ശോഭനമായി. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ചോദിക്കുന്നത് കൂടുതലാണ്. പെണ്ണിനെ അവർക്ക് ഇഷ്ടമായി. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. പിന്നീട് അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ വീടും സ്ഥലവും വിറ്റിട്ടായാലും ഈ കല്യാണം നടത്തണം. സ്ത്രീധനം ചോദിക്കുന്ന ഒരുവനെ തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് അർച്ചന. അവൾ അങ്ങനെയാണ്, സ്വന്തമായി നിലപാടുകളുള്ളവൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾ അവൾ തള്ളിക്കളഞ്ഞു. സുധാമണിയുടെ സഹോദരനായ സുരേന്ദ്രൻ അയാളുടെ ഭാര്യ സഹോദരന്റെ മകൻ രാജീവിനു വേണ്ടി അർച്ചനയെ ചോദിച്ചതാണ്. അവൻ അർച്ചനയെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി അവളെ. 5 വയസ്സ് പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞു മാത്രമല്ല, അവൾക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ വിവാഹശേഷം പഠിക്കാമെന്നും രാജീവ് അമ്മയെ അച്ഛനെ അറിയിച്ചു. അർച്ചനയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. സുധാമണിക്ക് താല്പര്യമില്ല. അർച്ചന മോളെ കേട്ട അവനെന്താ യോഗ്യത? കറുത്തിട്ട്, കാണാനും ഭംഗിയില്ല, ഒരു നല്ല ജോലിയുമില്ല. വണ്ടി മെക്കാനിക്കായ അവന് തൻ്റെ വെളുത്തു തൊടുത്ത് ഡിഗ്രിക്കാരിയായ മോളെ കൊടുക്കാനോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു സർക്കാർ ജോലിക്കാരനെ കൊണ്ടേ അർച്ചനെ വിവാഹം കഴിപ്പിക്കൂ. ഇങ്ങനെയൊക്കെയാണ് സുധാമണിയുടെ ചിന്ത. ഇവിടെ ആരുമില്ലേ? മുറ്റത്താരുടെയോ ശബ്ദം കേട്ട് അവരുടെ ചിന്തകൾ മുറിഞ്ഞു. അപ്പുറത്തെ ജാനമ്മ ചേച്ചിയാണ്. കൊച്ചു പോയോടി വേണേ? പോയി ചേച്ചി. നീ അറിഞ്ഞോ നമ്മുടെ പള്ളിക്കലെ രാജേന്ദ്രന്റെ മോള് മരിച്ചു എന്ന്? അയ്യോ, എങ്ങനെ? കെട്ടിയവന്റെ വീട്ടിലെ കിണറ്റിൽ മരിച്ചെടുക്കുകയായിരുന്നു. കൊന്നതാണെന്ന് ആത്മഹത്യയാണെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേ, ഞാൻ എന്തേ കേൾക്കുന്നു? അവര് പൊന്നും പണമൊക്കെ വാരി കെട്ടി കൊടുത്തല്ലേ അതിന് വിട്ടത്? പിന്നെ എന്താ പറ്റിയേ? അവൻ ജോലിക്കാരനല്ലായിരുന്നോ? പിന്നെ അല്ലേ, നല്ല ഒന്നാന്തരം ഗവൺമെന്റ് ജോലിക്കാരൻ. പൈസയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. ആ, അതിൻ്റെ ഒരു വിധി. അല്ലാണ്ട് എന്താ? നീയും അർച്ചന കൊച്ചിനെ കൊല കൊടുക്കണ്ട. ഈ സ്ത്രീധനൊക്കെ ഒരുപാട് ചോദിക്കുന്നവരൊക്കെ മനുഷ്യത്വമില്ലാത്തവ പെണ്ണെ. ആണിന് പെണ്ണിനെ പോറ്റാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പൈസ വാങ്ങി കിട്ടുന്നേ? സുധാമണി ചിന്താധീനയായി. പൈസ അങ്ങോട്ട് കൊടുത്ത് പെണ്ണിനെയും കൊടുത്ത് ഒടുവിൽ കിണറ്റിലോ കുളത്തിലോ ഉത്തരത്തിലോ അതുമല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചൊക്കെ ജീവൻ ഒടുങ്ങി നമ്മുടെ പെൺമക്കൾ ഇല്ലാതാകുമ്പോൾ നെഞ്ച് പൊട്ടിക്കരയാനേ നമുക്ക് പറ്റത്തുള്ളൂ. സുധാമണി വിഹലതയോടെ അവരെ നോക്കി. നമ്മുടെ കൊച്ചിനെ സ്നേഹിക്കാനും പൊന്നുപോലെ നോക്കാനും കഴിവുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നോക്കുന്നല്ലേ നല്ലത്. പിന്നെ അതിപ്പോൾ സർക്കാർ ജോലിക്കാരനാണെന്നോ കൂലിപ്പണിക്കാരനാണെന്നോ നോക്കേണ്ട സുധേ. പെണ്ണാണ് ധനം എന്ന് കരുതി ചോദിക്കുന്നവന് കെട്ടിച്ചു കൊടുക്കണം. നല്ല മനസ്സുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ടാവും. അവരുടെ മാതാപിതാക്കളുണ്ടാവും. ചെക്കൻ്റെ ജോലി മാത്രമല്ല പ്രധാനം, അവൻ്റെ സ്വഭാവം, ചുറ്റുപാട് ഒക്കെ നോക്കി വേണം പെണ്ണൊടുക്കാൻ. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇപ്പോൾ ഒരു പണക്കാരൻ മോളെ കെട്ടിയാലും അതിന് സമാധാനമില്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടെന്താ? നമ്മുടെ മക്കൾ മാളികയിൽ നരകിച്ച് ജീവിക്കുന്നതിലും ഭേദമല്ലേ ഒരു നേരം ആഹാരം കുറഞ്ഞാലും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ആണൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിന്റെ മോള് നിന്റെ ജീവിതം. ഒരയൽപ്പക്ക സ്നേഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും അർച്ചന മോൾ എൻ്റെയും മോളെ പോലെയാ. ആ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാൽ മതി. അവർ എഴുന്നേറ്റു. അവർ പോയി കഴിഞ്ഞ് അവർ സുരേന്ദ്രൻ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചു. ചേട്ടായി, അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു കേട്ടോ. എന്താടി പെട്ടെന്ന് എനിക്കൊരു മനം മാറ്റം? ചേട്ടായി എന്നോട് ക്ഷമിക്കണം. കയ്യിലൊരു മാണിക്കുള്ളപ്പോൾ നമ്മൾ ഇതിനാ മുക്കുവണ്ണം തേടി പോകുന്നു. അയാൾക്ക് സന്തോഷമായി. അങ്ങനെ ആ ചിങ്ങത്തിൽ രാജീവ് അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടി. വിവാഹം കഴിഞ്ഞ് മകൾ ചെക്കനോടൊപ്പം കാറിൽ കയറി പോകുന്നുണ്ട്. നിറഞ്ഞ മനസ്സോടെയും നിറകണ്ണുകളോടെയും സുധാമണി നോക്കി നിന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ജാനമ്മ ചേച്ചിയെ അവർ നന്ദിയോടെ നോക്കി, തൻ്റെ കണ്ണ് തുറപ്പിച്ചതിന്.